ടേബിൾ എവിടെ ഇട്ടാ മതി. ശിവജി, ഈ പൂവ് എവിടെ വെക്കണ്ടേ? അതൊക്കെ അവിടെ വെക്ക് പൊടിമോളെ. ശിവജി, ഞാൻ പോയിട്ട് തക്കരവാവിനെ വിളിച്ചിട്ട് വരട്ടെ. ഇപ്പൊ തന്നെയോ? ഇതൊക്കെ ഒരുക്കി വെച്ചിട്ടല്ലേ അവളെ വിളിക്കുക? ഞാനത് ഓർത്തില്ല. ഇനി പൊടിമോൾ ചിങ്ങം പോട്ടെ. അപ്പൊ അലൂടെ എടുത്തിട്ട് വാ. ഇപ്പൊ കൊണ്ടുവരാം പ്രിയച്ചി. കുഞ്ഞപ്പ വാ. ഞാനിതാ വന്നേ. പ്രിയച്ചി മിന്നു അവിടെ സെറ്റാക്ക്. ഞങ്ങളിതാ വരുന്നു. ആ, ഇവിടുത്തെ കാര്യമൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ അത് കൊണ്ടുവാ. ഒരു കിടിലൻ സർപ്രൈസ് കൊടുക്കണം. ഓർക്കില്ലേ സിഞ്ഞോ? കൊടുക്കണം കൊടുക്കണം. മിന്നു, ആ പൂവ് ഇങ്ങോട്ട് എടുക്ക്. ഇത് പ്രിയച്ചി. പ്രിയച്ചി, അവിടെ കുറച്ചുകൂടി പൂക്കളുണ്ട്. ഞാൻ അതും കൂടെ എടുത്തിട്ട് വരാം. നിക്ക് നിക്ക്, അവര് വരട്ടെ, എന്നിട്ട് കൂടെ പോവാ. നീ ഇവിടെ നിക്ക്, ഇവിടെ ആവശ്യമുണ്ട്. എടി ചക്കി, നോക്കടി, അവരോട് എന്തോ പ്ലാൻ ചെയ്യാ. എന്നാലും എന്തായിരിക്കും? പ്രിയച്ചി, തക്കരവാവക്ക് നല്ല സന്തോഷാവല്ലേ? അതെ അതെ, അവൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലാത്തൊരു ബർത്ത്ഡേ സർപ്രൈസ് തന്നെ ആവണം ഇത്. ഓ, അപ്പൊ അതാണ് പരിപാടി. തക്കരവാവയുടെ ബർത്ത്ഡേ ആണെന്ന് തോന്നുന്നു. ഇത് നമുക്ക് കുളമാക്കണ്ടേ ചക്കി? കുളമാക്കണ്ടേന്നോ? ആക്കണം മീനു, ആക്കണം. വാടി, നമുക്ക് എന്റെ മമ്മിയോട് പോയി പറയാം. ഈ വീട് എങ്ങനെയുണ്ട് മാഡം? ആ, വലിയ കുഴപ്പമില്ല. പക്ഷേ പറഞ്ഞ തുക ഇത്തിരി കൂടുതലാ. ഞാൻ അവരോട് ഒന്നുകൂടി സംസാരിച്ച് നോക്കാം. ഇനിയിപ്പോ ഈ വിലക്ക് ഇതുപോലെ ഒരു നല്ല വീട് ഇവിടെ അടുത്തെങ്ങും ഇല്ല. ആ, എന്തായാലും എനിക്കൊരു വീട് അത്യാവശ്യമാണ്. ആ വീട്ടിൽ എല്ലാരും കൂടെ അതൊന്നും എനിക്ക് ശരിയാവത്തില്ല. ഈ വീടാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടാവും. മമ്മി, എന്താ മോളു? ആ, മകള് വന്നല്ലോ. ഇനി അവൾക്ക് കൂടി വീട് ഇഷ്ടമായ നോക്ക്. മോളു, നോക്ക്, ഈ വീട് ഇഷ്ടായോന്ന്? മമ്മിയുടെ വീട് നോക്കിയിരുന്നോ? പിന്നെ നമുക്ക് വീട് വേണ്ട മോളെ. എന്നാലേ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങട്ടെ. മാഡം എന്തായാലും വിളിച്ചു പറഞ്ഞാ മതി. ഓക്കെ, ഞാൻ വിളിച്ചോളാം. എന്ത് പറ്റി? എന്തിനാ എന്റെ മോളിന് ഇത്ര ദേഷ്യം? മമ്മി, മമ്മി ഇവിടെ എന്ത് ചെയ്യാ? ആ തക്കരവാവയുടെ ബർത്ത്ഡേ ആണത്രേ. അവരെ നന്നായി ആഘോഷിക്കാൻ പോവാ. അതിനെന്താ മോളു, അവർ ആഘോഷിക്കട്ടെന്ന്. അത് പാടില്ല മമ്മി. അവർ ആഘോഷിക്കട്ടെടി, നമുക്കത് കളിക്കാ പോരെ. ആ, അങ്ങനെയാണെങ്കിൽ അവർ ആഘോഷിക്കട്ടെ. മോള് പോയി തൽക്കാലം ഈ വീട് മൊത്തം ഒന്ന് കാണ്. എന്നിട്ട് നമുക്കൊന്ന് ഷോപ്പിങ്ങിന് പോണം. എന്തിനാ? അതൊക്കെ ഉണ്ട് മോളെ, നീ വേഗം റെഡിയാവ്. മീനു, നീയും കൂടി വന്നോ? ഞാനും ഉണ്ടാക്കി. എനിക്ക് ഡ്രസ് എടുക്കണം. എന്നാ രണ്ടുപേരും വീടൊക്കെ കണ്ടിട്ടേ പോയി റെഡിയായി വാ, നമുക്ക് പോവാം. മമ്മി, അതാ മമ്മി ആന്റി വരുന്നു. ഇവിടെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടൊന്നും എഴുന്നള്ളുന്നത്? ഇനിയിപ്പോ ഈ വീടിന് എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് ചേട്ടന് പറഞ്ഞു കൊടുക്കും. അല്ല മൃദു, നീ എന്താ ഇവിടെ? ഞാൻ ചേച്ചിയോട് പറഞ്ഞിരുന്നില്ലേ ഞാനൊരു വീട് നോക്കാൻ വരുമെന്ന്. എന്തിനാ എന്തിനാ മൃദു ഇപ്പൊ വെറുതെ ഒരു വീട്? നമുക്ക് അവിടെ തന്നെ താമസിച്ചാ പോരെ? അത് ചേച്ചി, നിനക്ക് അവിടെ തന്നെ താമസിച്ചാ പോരെ? നിനക്ക് വേറെ വീട് വേണമെന്നുണ്ടോ? ഇല്ല ആന്റി, ഞാൻ മമ്മിയോട് പറഞ്ഞതാ നമുക്ക് വേറെ വീട്ടിലേക്ക് പോകണ്ടെന്ന്. പിന്നെ ഇപ്പൊ കള്ളം പറയുന്നോ? നീലടി നിനക്ക് നല്ലൊരു വീട് വേണം പറഞ്ഞത്? ഒന്ന് ചുമ്മാ ഇരിക്കടി. പിന്നെ എന്നും ആ വീട്ടിൽ തന്നെ എല്ലാവരും എങ്ങനെ താമസിക്കുന്നേ? എനിക്ക് നല്ലൊരു വീട് വേണം തോന്നി, അപ്പൊ ഞാൻ നോക്കി. അല്ല, നീ വീടൊക്കെ നോക്കിക്കോ, പക്ഷേ ഇത്ര പെട്ടെന്ന് വേണമെന്നാ ഞാൻ ചോദിച്ചത്. പെട്ടെന്നൊന്നല്ലല്ലോ, കുറെ കാലമായില്ലേ ഞാൻ അവിടെ താമസിക്കുന്നു. ആ, എന്നാ നിന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ. എന്നിട്ട് നിനക്ക് വീടൊക്കെ ഇഷ്ടായോ? ആ, കുഴപ്പമില്ല, നല്ല വീടൊക്കെ തന്നെയാ. പക്ഷെ കാശ് ഇത്തിരി കൂടുതലാ. എന്നാലും വേണ്ടുന്നില്ല, നല്ല വീടാ. നമുക്ക് അകത്തേക്ക് ഒന്ന് കേറി കാണാം. രമ നടക്ക്, ഞാനും വരുന്നു. മക്കളെ വന്നേ. ചിന്നു, ഇത് പുതിയ
നിൽക്കുന്നത്. അയല പൊരിച്ചതുണ്ട്, പുഴമീൻ വറുത്തതുണ്ട്, കുടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്, തുമ്പപ്പൂ മണമുള്ള. അല്ല പത്തോ, അപ്പൊ ബിരിയാണി അല്ലേ വെക്കണത്? ചോറും കറിയാണോ? നിങ്ങളൊന്നും മിണ്ടാതിരുന്നിട്ടേ ആ ഉള്ളിന്ന് വേണ്ടി ഒഴിച്ചാട്ടിക്കാണ്. ഇതിപ്പോ കഴിയും. ഈ ചോറിന് വച്ച വെള്ളം അങ്ങോട്ട് തിളച്ചിട്ടുണ്ടെങ്കിൽ അരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റണമെന്ന്. അല്ല പത്തോ, അന്റെ പാട്ട് കേട്ടപ്പോഴേ ഞങ്ങൾ ആകെ തെറ്റിദ്ധരിച്ചേ ബിരിയാണി അല്ലാന്ന് വിചാരിച്ചു. ഇടയ്ക്കൊരു പാട്ടൊക്കെ പാടിയിട്ടില്ലെങ്കിലേ പിന്നെ എന്തൊരു രസമുള്ളത്. നിങ്ങൾ രണ്ടാളും അവിടെ ഇരുന്നിട്ടേ ഉള്ളിനെ കുറിച്ചൊരു പാട്ടങ്ങൾ പാടിക്കോളി. ഉള്ളിനെ കുറിച്ചൊരു പാട്ടല്ല പറഞ്ഞത്, ഞങ്ങളെ കണ്ണിന്നൊക്കെ വെള്ളം വരുന്നത് ഉള്ളി വലിച്ചിട്ട്. ഇന്നാലേ ഞാൻ ഉള്ളി വലിച്ച രമ ഇവിടെ വന്ന് നിന്നോ? അതിനിപ്പോ അന്നല്ലേ ബിരിയാണി വെക്കാൻ ചിന്നൊക്കെ ഏൽപ്പിച്ചിരിക്കണത്. ഞാൻ വെച്ചാ ഓൾക്ക് പറ്റുമോ? ഇതല്ലേ അടിപൊളിയായിട്ട് ബിരിയാണി വെക്ക. അതെ അതെ, അവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടാ പാത്തുന്റെ ബിരിയാണി. അല്ലടി, അന്റെ പ്രിയമോൾ ഇപ്പൊ എന്താ കാട്ടണേ? ഓൾ അവിടെ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതല്ലടി പെണ്ണെ ഞാൻ ചോദിച്ചതേ, ഓളിപ്പോ പഠിക്കാനൊന്നും പോണില്ലേ? ഇണ്ടേ, ഓള് ഡിഗ്രി സെക്കൻഡ് ഇയർ ആയി. ഇപ്പൊ തെരഞ്ഞു വരും ബിരിയാണി ആയില്ലേന്ന് ചോദിച്ചിട്ട്. ഓല ഒരുക്കി വെക്കലൊക്കെ കഴിഞ്ഞോണാവോ? ഉമ്മച്ചിയെ, ആഹാ, പറഞ്ഞു വായിക്ക് നാ വിട്ടതേ ഉള്ളൂ. അപ്പോഴേക്കും അതാ എത്തി പാത്തോ തെരഞ്ഞിട്ട്. ഉമ്മച്ചി ബിരിയാണി ആയോ ചോദിച്ചു കുഞ്ഞാപ്പു. എന്തിനത്ര കുഞ്ഞാപ്പു ഞാൻ അറിഞ്ഞിട്ട്? ഓൻ പറഞ്ഞു ഉമ്മച്ചിയുടെ വർത്താനം പറഞ്ഞുകൊണ്ട് പാട്ടാടി കൊണ്ട് നിൽക്കും, അപ്പൊ ബിരിയാണി വേഗം ആവൂലാന്ന്. എടുക്കൊന്ന് പോയി നോക്കാൻ വന്നിട്ട് എന്നോട്. ഇന്ന് പിന്നെ ഓനോട് വന്ന് വെക്കാൻ പറ. അല്ല പിന്നെ ഞാൻ പോകാൻ വെച്ചേ, വേഗം വെച്ചോളി. അയ്യോ, ആരാ എന്നെ നോക്കടി. ഇന്ന് എന്താപ്പ ഇവിടെ പരിപാടി? എന്നാലും ഓളിക്ക വിളിച്ചു, പക്ഷെ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. വല്ലാത്തൊരു കുറ്റത്തി പാത്തു തന്നെയാണത്. മണം കേട്ടിട്ട് ബിരിയാണി വെക്കാന്ന് തോന്നുന്നത്. എന്തായാലും ഇവിടെ തന്നെ നിൽക്കാം. ബിരിയാണി തിന്നിട്ടാണെങ്കിൽ കുറേ ദിവസമായിക്കണു. ഓ, നിങ്ങൾക്കൊക്കെ പിന്നെ കണ്ണിൽ പൊടിച്ചോ? ഞാനൊരു വയസ്സെത്തി, ഞാൻ എങ്ങനെയൊക്കെ ജീവിച്ച് പോയിക്കോട്ടെ, ഈ ചാരും വേണ്ട. ഞാൻ എൻ്റെ ഇക്കുറി ഇവിടെ എവിടെയെങ്കിലുണ്ടോ നോക്കാൻ വേണ്ടി വന്നതാ, അല്ലാതെ ഇപ്പോ ഇങ്ങോട്ട് വന്നിട്ടൊന്നുമില്ല. ആ, എന്തായാലും ഇപ്പോഴെങ്കിലും എന്നെ വിളിച്ചാൻ തോന്നിയല്ലോ. ഇന്നെന്താപ്പോ വലിയ ചെമ്പൊക്കെ വെച്ചിട്ട് പരിപാടി? അതെ, കക്കറുവാട് വത്രേനെ, അപ്പൊ ബിരിയാണി വെക്കാന്ന് വിചാരിച്ചു, എല്ലാരും ഒന്നിച്ചു കൂടിയിട്ടേ. ആ പെണ്ണിന്റെ ബർത്ത്ഡേ അതിനപ്പോ ഇങ്ങനെ ബിരിയാണിയൊക്കെ വെക്കുന്നത്. ഞാൻ വിചാരിച്ചു വേറെന്തെങ്കിലും വിശേഷം ഉണ്ടാകുന്നു. അല്ല പത്തോ, അന്റെ ആമി വരവില്ലിപ്പോ? ഓളിപ്പോ കെട്ടിയോൻ്റെ അവിടെ തന്നെ കൂടിയോ? ഇന്നാ ഞാനും ഇവിടെ കുത്തിരിക്ക. ഓളെ കണ്ടിട്ടേ കൊറേ ദിവസായിക്കണു. വിശേഷം എന്തെങ്കിലും ഉണ്ടോ ഓൾക്ക്? അതിനിപ്പോ ജിന്നോട് പറഞ്ഞിക്കണോ? ഇന്നാലല്ലേ ഉള്ളപ്പോ ഞാനറിയാ. ആ, ഞാനൊരു വയസ്സെത്തി, എന്നാർക്കും കണ്ണു പിടിച്ചണില്ലപ്പോ.